ാണ് മഞ്ജുഷ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കൊല്ലത്തെ സീറ്റ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ UDF-ന് സംസ്ഥാന വ്യാപകമായി എത്ര സീറ്റുകൾ വീതം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഒരു തരംഗമുണ്ട്, ആ തരംഗത്തിന്റെ ശക്തി അസസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ തരംഗം വളരെ വലുതാണെങ്കിൽ 95 സീറ്റിന് മുകളിൽ UDF നേടിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് കൃത്യമായിട്ട് എഴുതിയിരുന്നു. അപ്പൊ ഇത് ആ 95-ന് മുകളിൽ 102 സീറ്റുകളിൽ ചെന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആത്യന്തികമായിട്ട് എന്റെ വിലയിരുത്തൽ, ഇത് ശരിക്കും ഒരു UDF തരംഗം എന്നതിനെ വിളിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു LDF വിരുദ്ധ തരംഗമാണ്, അല്ലെങ്കിൽ ഒരു പിണറായി വിരുദ്ധ തരംഗമാണ്. കാരണം നിലവിലെ സാഹചര്യത്തില് UDF-നെ ഒരു ആൾട്ടർനേറ്റീവായിട്ട് കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് LDF-നെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് നിഷ്കാസിതരാക്കുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ ജനം വളരെ ശക്തമായിട്ട് വോട്ട് ചെയ്തു. BJP-ക്ക് കിട്ടിയ 3 സീറ്റുകൾ പോലും അതിന്റെ ഒരു ബെനഫിഷ്യറി ആയിട്ട് വന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ 3 മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട എതിരാളി CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ എതിരാളി BJP ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ ജയിച്ചു. പക്ഷെ BJP-യെ ജനങ്ങൾ അത്രയ്ക്ക് അങ്ങ് ഹൃദയത്തിലേക്ക് എടുക്കുന്നില്ല. കാരണം അവർക്ക് കിട്ടിയ വോട്ടിംഗ് മാർജിൻ കണ്ടാൽ അറിയാം, വളരെ ചെറിയ വോട്ടിംഗ് മാർജിൻ മാത്രമാണ്, ഭൂരിപക്ഷ മാർജിൻ മാത്രമാണ് BJP സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ UDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതാണ്. അതായത് 35,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 20-ൽ പരം 15-20 സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതിലേക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും. കാരണം അമ്മാതിരിയുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് കോൺഗ്രസ് ജയിച്ച UDF ജയിച്ച ഒരു മണ്ഡലമായിരുന്നു ഉദാഹരണത്തിന് കോവളം. അവിടുത്തെ ഇത്തവണത്തെ ലീഡ് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. 32,000-ഓളം വോട്ടുകളുടെ ലീഡാണ് കോവളത്ത് കിട്ടിയത്. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെ, അതുപോലെ കുണ്ട്ര കഴിഞ്ഞ തവണ 4,000 ചില്ലുവാനം വോട്ട് കിട്ടിയെടുത്ത് ഇപ്പൊ 33,000-ഓളം വോട്ടുകൾക്കാണ് 32,000 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു വലിയ ഭൂരിപക്ഷം, നമുക്ക് ആ ഉമാ തോമസിന്റെ ഭൂരിപക്ഷം നോക്കൂ, ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം നോക്കൂ, അല്ലെങ്കിൽ ഈവൻ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം നോക്കൂ. ഇതൊക്കെ സമാനതകളില്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷമാണ് ഇത്തവണ. കാരണം ജനങ്ങൾ വല്ലാതെ മടുത്തിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഒരു 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 ആവേശത്തിന്റെ പുറത്ത് കോൺഗ്രസിന് അനുകൂലമായിട്ട് UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മളത് വളരെ രസകരമായിട്ട് അതിന്റെ ഒരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, പല ജില്ലകളിലും കംപ്ലീറ്റ് ആയിട്ട് തൂത്തുവാരപ്പെട്ടിരിക്കുന്നു. ഈവൻ കൊല്ലം പോലുള്ള ജില്ലകളിൽ ഈ പറഞ്ഞ നമ്മൾ ഒരിക്കലും വീണുപോകുമെന്ന് വിചാരിക്കാത്ത സീറ്റുകൾ വരെ വീണിരിക്കുന്നു. അതായത് ഉദാഹരണമായിട്ട് കൊല്ലത്ത് ചടയമംഗലം എന്ന് പറയുന്നത് വളരെ ഉറച്ച ഒരു സീറ്റാണ് CPI-യുടേത്. അത് സാധാരണഗതിയിൽ ഒരിക്കലും കൈവിട്ട് പോകുന്ന അങ്ങനെ ചരിത്രമുള്ള സീറ്റല്ല, അതുവരെ വീണു. ഈവൻ ചാത്തന്നൂർ എന്ന് പറയുന്ന സീറ്റ് വളരെ അതിശയകരമായിട്ട് അതുവരെ വീണു. അപ്പൊ അങ്ങനെയുള്ള കുറെ സീറ്റുകൾ കൊട്ടാരക്കര കഷ്ടിച്ച് പിടിച്ചു നിർത്തി എന്ന് പറയാം. അപ്പം ഇരവിപുരം ഏതാണ്ട് ഷുവർ സീറ്റ് ആയിരുന്നു LDF-ന്. കാരണം കാര്യമായിട്ടുള്ള MLA എന്ന നിലയിൽ അവിടെ കാര്യമായ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നില്ല. പക്ഷേ RSP-യിൽ ഇത്രയും തർക്കത്തിന്റെ ഒടുവിൽ ഒരു സമവായ സ്ഥാനാർത്ഥിയായിട്ട് വന്ന വിഷ്ണുമോഹൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോലും നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഇരവിപുരത്തുണ്ടായി. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ജനരോഷം എന്ന് പറയുന്നത് അതിഭയങ്കരമായ ഒരു ഫാക്ടറാണ്. 10 വർഷത്തെ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് ചെറുതല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പിണറായി വിരുദ്ധ LDF വിരുദ്ധ വികാരത്തെക്കാൾ കൂടുതലായിട്ട് പിണറായി വിരുദ്ധ വികാരമാണ്. ഒരുപക്ഷെ പിണറായിക്ക് പകരം മറ്റേതെങ്കിലും നേതാവിനെ മുന്നിൽ നിർത്തി LDF ഈ തവണ തെരഞ്ഞെടുപ്പ് നയിച്ചിരുന്നെങ്കിൽ അവർക്കൊരു 60 സീറ്റിന് മുകളിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ പിണറായി വിരുദ്ധത തന്നെയാണ് ഇവിടെ പ്രകടമായത്. പിണറായി വിജയൻ അധികാരത്തിൽ തുടരരുത്, LDF തുടരരുത് എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. UDF തരംഗത്തിനപ്പുറം ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. പിണറായി വിജയനുള്ള ഒരു മുന്നറിയിപ്പും അതിലുണ്ടായിരുന്നു. അതാണ് ധർമ്മടത്ത് കണ്ടത്. സ്വാഭാവികമായും അത് പാർട്ടി അണികളിൽ നിന്നുള്ള മുന്നറിയിപ്പാണ്. ധർമ്മടത്തൊക്കെ പ്രതിഫലിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അതെ, നമ്മൾ 2 ജില്ലകൾ പ്രത്യേകം എടുത്ത് പരിശോധിക്കണം മഞ്ജുഷ്. അതായത് ഒന്ന് കണ്ണൂരാണ്. ഈ കണ്ണൂർ ഒരിക്കലും ഇളകാത്ത കോട്ടകളാണ് വിമതന്മാര് വന്നിട്ട് മത്സരിച്ച് പിടിച്ചെടുത്തത്. ഈ CPM-ന്റെ ചരിത്രത്തിൽ വിമതന്മാര് വന്നിട്ട് ഇതുപോലെ നെടും കോട്ടകൾ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അസംഭാവ്യമാണ്, നടക്കില്ല. ഈവൻ ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ ചുമ്മാതെ മത്സരിച്ചാലും 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലത്തിൽ പിണറായി വിജയനെ പോലെ ഇത്രയും പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുഖ്യമന്ത്രി മത്സരിച്ചിട്ട് ആദ്യത്തെ 6 റൗണ്ട് പിന്നോക്കം പോവുക എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമങ്ങൾ മാത്രമുള്ള ഇതുപോലൊരു മണ്ഡലത്തിൽ എത്രമാത്രം അസംഭാവ്യമാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള മത്സരിച്ച തളിപ്പറമ്പ്. അവിടെ ഈ പറഞ്ഞ വലിയ ജനകീയനായ ഒരു നേതാവ് അല്ല ശരിക്കും TK ഗോവിന്ദൻ എന്നാണ് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ വിമതനായിട്ട് മത്സരിച്ചിട്ട് പോലും ഇത്രയും ജനം ഇത്രയേറെ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുകയാണ്. ഇതിനകത്ത് നമ്മുടെ പയ്യന്നൂർ എടുത്തു കഴിഞ്ഞാൽ
അവിടെ ഈ മധുസൂദനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി, അദ്ദേഹവും ഇതുപോലെ അവിടെ ഒരു വലിയ ജനകീയനെന്ന് പറയാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷെ അവിടെ ഈ പാർട്ടിയുടെ ഉള്ളിലുള്ള അദ്ദേഹത്തിനും ജയിക്കാൻ കഴിഞ്ഞു. അതായത് വിമത ശബ്ദം ഉയർത്തിയ എല്ലാവർക്കും ജയിക്കാൻ കഴിഞ്ഞു. പക്ഷെ കുഞ്ഞികൃഷ്ണന്റെ വിമത ശബ്ദത്തിന് വളരെ വലിയ ചോദ്യങ്ങൾ അത് അണികളും നേതൃത്വത്തിന് നേരെ ഉന്നയിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. കാരണം പാർട്ടിയിലെ കണക്കാണ് അദ്ദേഹം ചോദിച്ചത്, ഫണ്ട് പിരിവിന്റെ വിവരങ്ങളാണ് ചോദിച്ചത്. അത് ചോദിക്കുവാനുള്ള അർഹത നേതാക്കൾക്കുണ്ട്, അതുപോലെ അണികൾക്കുമുണ്ട്. അത് ചോദിച്ചപ്പോൾ ഈ കണക്ക് ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് മുഖം ധരിക്കുന്നതാണ് കണ്ടത്. അവിടെ ഇ വി കുഞ്ഞികൃഷ്ണന്റെ വിജയം എന്ന് പറയുന്നത് അത് കണക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു തിരിച്ചടി നൽകിയതാണ്. അതുപോലെ തന്നെ ഗോവിന്ദന്റെ വിജയം എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ അവിടെ മത്സരിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ അത് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ആകുന്നതിന് മുൻപ് തന്നെ അവർ ശ്യാമള ടീച്ചർ അവർ പാർട്ടിക്കാരിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടാൻ കാണിച്ച ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അതിനുള്ള മറുപടിയാണ്. അമ്പലപ്പുഴയിൽ ഇതേ ധാർഷ്ട്യം തന്നെയാണ് മഞ്ജുഷ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ വന്നാലും കാണുന്നത്. ആലപ്പുഴ ജില്ലയില് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവിനെ അദ്ദേഹത്തിനെ ഒന്ന് ബഹുമാനിച്ചാൽ മതിയായിരുന്നു. ശരി, അദ്ദേഹത്തിന് നിങ്ങളൊരു സീറ്റ് കൊടുക്കേണ്ടിയിരുന്നില്ല. അഖിലാണ് ഇന്നത്തെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.